അനിൽകുമാറിനെ പോലെ ഒരു നേതാവ് ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ സമരമാണെന്നാണ്. എന്താണ് ഫാസിസ്റ്റ് വിരുദ്ധ സമരം? ഒരു പൊളിറ്റിക്കൽ കോസിന് വേണ്ടി സമരം ചെയ്യുന്നതിനാണ് ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് പറയുന്നത്. ഇവിടെ ഏത് തരത്തിലുള്ള സമരമാണ് നടന്നത്? ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ ആധാരം 2 തവണ 3 തവണ പറ്റിച്ച് പണയം വെച്ച് കൊള്ളപ്പലിശയ്ക്ക് ഇത് കൊടുത്ത് ഒരു സമാന്തര അധോലോകം ഉണ്ടാക്കുന്നതിനാണ് അദ്ദേഹം ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ കണ്ണൻ്റെ പേര് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഇവരൊക്കെ ചെയ്തത് എന്താ? ജനങ്ങളുടെ പൈസ, കാർഷിക വായ്പ അടക്കമുള്ള ജനങ്ങൾക്ക് ലഭിക്കേണ്ട പൈസ ലോൺ എടുത്ത് അത് കൊള്ളപ്പലിശയ്ക്ക് കരിഞ്ചന്തയിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സമാന്തര അധോലോകം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിൽ ഒരു സഹകരണ മേഖലയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു സമാന്തര അധോലോകമായി ഒരു ക്രിമിനൽ മൂലധനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പാർട്ടിയുടെ മണി പവറും അതുപോലെ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് സഹകരണ മേഖലയെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന്. നിങ്ങൾക്ക് നാണമില്ല? ഇതാണോ ഫാസിസ്റ്റ് വിരുദ്ധ സമരം? ഫാസിസത്തിനെതിരെ തെരുവിൽ ജീവൻ കൊടുത്ത് സമരം ചെയ്യുന്ന അതിൻ്റെ ഇരകളെ നിങ്ങൾ അപമാനിക്കുകയല്ലേ? നിങ്ങൾ എന്താണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്നങ്ങ് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരത്തെയും ന്യായീകരിക്കാൻ കഴിയുമെന്നാണോ പറയുന്നത്? നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ സമരം നടത്തേണ്ടത് സംഘപരിവാറിനെതിരെ നിലപാടെടുത്ത MK കണ്ണനെ പോലെ ഒരു ബാങ്ക് കൊള്ളക്കാരനെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനാക്കി കേരളത്തിൽ സുരേഷ് ഗോപിക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചതാണോ നിങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ സമരം? ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ അത്. ഇവിടെ CPI-യുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഭിപ്രായമല്ലേ? MK കണ്ണൻ അദ്ദേഹത്തെ ചെയർമാനാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അദ്ദേഹം സ്വീകാര്യനല്ലെന്ന് പറഞ്ഞു, എന്നിട്ട് അദ്ദേഹത്തെ വെച്ചുകൊടുത്തു. ഇവിടെ കൃത്യമായി ഞങ്ങൾ പറയുന്ന, തുടർച്ചയായി ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പറയട്ടെ, താങ്കൾ പറയുമ്പോൾ താങ്കൾ പറയുന്നതൊക്കെ കേട്ടല്ലോ, താങ്കൾക്ക് താങ്കളുടെ ഊഴത്തിൽ മറുപടി പറയാം. താങ്കൾ ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അല്ലല്ല കേസുമായിട്ട് ബന്ധമില്ല, എന്റെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമാണെന്നേ. ഞാൻ ചോദിക്കുന്നു. മാധുവിന്റെ അഭിപ്രായമല്ലോ, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അല്ല, അതിന്റെ എന്നോടുള്ള ചോദ്യമാണല്ലോ. ഞാൻ അതിലൊരു പെട്ടെന്നൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയതിനു ശേഷം ഞാൻ അങ്ങേക്ക് ആ സമയം അനുവദിച്ചു തരാം. ശ്രീ അനിൽകുമാർ, ഇപ്പൊ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഇടപെടുന്നു എന്ന് അങ്ങ് ഈ ചർച്ചയിൽ ആരോപിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ED ഒരു ദേശീയ അന്വേഷണ ഏജൻസിയാണ്. അതിനെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നു എന്ന് സംശയലേശമന്യേ പറയാൻ കഴിയുന്ന ഒരു തെളിവും എൻ്റെ മുന്നിലില്ല. രാഷ്ട്രീയമായിട്ടാണ് അത് പറയാൻ കഴിയുക. EDയുടെ മുൻകാല ചെയ്തികൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആരോപിക്കാം, അല്ലേ? പക്ഷെ അങ്ങ് ഈ ചർച്ചയിൽ വരുന്ന സമയത്ത്, അങ്ങ് അത് പറയുന്ന സമയത്ത് ഞാൻ മിണ്ടുന്നുണ്ടോ? ഇല്ല. ഇനി EDയുടെ നടപടി തോന്നിയവാസമാണ് പറഞ്ഞാരാണ്? പാർട്ടി സെക്രട്ടറിയാണ്. EDയുടെ നടപടി തോന്നിയവാസമാണ് എന്ന് അങ്ങും അങ്ങയുടെ പാർട്ടി സെക്രട്ടറിയും പറയുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് വസ്തുതാപരമായി തെളിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതും രാഷ്ട്രീയമായ ആരോപണമാണ്. ചർച്ചയിൽ അങ്ങനെ പലതരം ആരോപണങ്ങൾ ഉണ്ടാകും. അതിനിപ്പോൾ എനിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ പ്രതിനിധികൾ മറുപടി പറയും. അങ്ങനെയേ പോകൂ. അനൂപ് തുടരാം. അല്ലല്ല അവിടെ ഒറ്റ വാക്കേ ഉള്ളൂ. അനൂപ് തുടരാം. ഞാൻ അങ്ങയിലേക്ക് അടുത്ത ഊഴത്തിൽ വരുമല്ലോ, അങ്ങ് ആ സമയത്ത് മറുപടി പറയണം ശ്രീ അനിൽകുമാർ. മറ്റുള്ളവരുടെ അവസരം ഇങ്ങനെ കവർന്നെടുക്കരുതേ. അനൂപ് തുടരാം. ബഹുമാന്യനായ അനിൽകുമാറിനെ സംബന്ധിച്ച് MK കണ്ണൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ചെഗുവേരയാണ്, ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാണെന്ന് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ ബാങ്ക് ലോണുകൾക്ക് കമ്മീഷൻ മേടിക്കുകയും സാധാരണക്കാരെ പിഴിയുകയും ഇത്തരം കൊള്ളകളിൽ വളരെ കൃത്യമായ പങ്കാളിത്തമുള്ള ആസൂത്രിതമായ ഒരു അധോലോകം തൃശ്ശൂരിലുണ്ടാക്കിയ ആളാണ്. പാർട്ടി അനുഭാവികളായ ആളുകളോടടക്കം അങ്ങ് ചോദിക്കണം. എൻ്റെ അഭിപ്രായം തന്നെയാണ്, ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് പറഞ്ഞത്. മാതൃഭൂമി തന്നെ നടത്തിയ ഈ ചർച്ചയിൽ മുൻപേ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാവിധ കോൺസിക്വൻസസും ഏറ്റെടുക്കാൻ തയ്യാറാണ്. MK കണ്ണനെ പോലുള്ള ആളുകൾ നടത്തുന്നത് ബാങ്ക് കൊള്ളയാണ്. ലിറ്ററലി ഐ മീൻ ദാറ്റ്. അക്ഷരാർത്ഥത്തിൽ ഞാനത് ആവർത്തിക്കുന്നു, അതിനൊരു സംശയവുമില്ല. ഇവിടെ ഇത്തരം ഞാൻ എതിർക്കുന്നത്
നിങ്ങൾ ഇപ്പൊ CPM-നെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. രാജസ്ഥാനിലടക്കം ഹരിയാനയിലടക്കം കർഷക സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള പല നേതാക്കന്മാരുണ്ട്. അവർ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമാണ്. പക്ഷേ MK കണ്ണൻ ബാങ്കിലെ പണമെടുത്ത് വട്ടിപ്പലിശയ്ക്ക് പുറത്ത് കാശ് കൊടുത്താൽ അത് ഫാസിസ്റ്റ് വിരുദ്ധ സമരമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. അനിൽകുമാറെ, എല്ലാവിധ ആദരവോടും കൂടി അങ്ങയോട് പറയാനുള്ളതാ. പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ബാങ്കിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നും ന്യായീകരിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ അതിന് നിയമപരമായും രാഷ്ട്രീയമായും പ്രതിരോധിക്കുമെന്ന് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് പറയില്ല. ഞങ്ങൾ പറയുന്നത് ഇത്തരം അപഭ്രംശങ്ങൾ, ഡീവിയേഷൻസ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ പ്രതിരോധിക്കുന്ന. പിന്നെ ഇവിടെ BJP-യുടെ വക്താവ് പറയുന്നത് എന്താ? ഞങ്ങൾക്ക് അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പൊന്നും ഇല്ലല്ലോ എന്നാ. പക്ഷേ BJP-യെ സംബന്ധിച്ച് അത് ആസൂത്രിതമായി എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ തൃശ്ശൂർ മേയറുമായി ഞാൻ ഈ ചർച്ചയിൽ നിരന്തരം ചോദിച്ചു. LDF-ന്റെ ഒരു മേയർ വളരെ പരസ്യമായി സുരേഷ് ഗോപിയെ സ്വീകരിച്ച് ആനയിക്കുകയാണ്. CPM-ന്റെ പൊളിറ്റിക്കലായുള്ള ഒരു അനുമതി ഇല്ലാതെ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ ഇലക്ഷനിലുടനീളം അത് പ്രവർത്തിച്ചിട്ടില്ലേ? എങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുന്നത്? തീർച്ചയായും ഇത് വരും നാളുകളിലേക്കുള്ള BJP-യുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. BJP തൃശ്ശൂരിൽ, കേരളത്തിൽ അവർ നടത്തിയ ആദ്യത്തെ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട. വരുന്ന ആളുകളിലും അതിനെ വിളവെടുപ്പ് നടത്താൻ BJP ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് സംശയമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. DK ശിവകുമാർ എവിടെ കിടക്കുന്നു? MK കണ്ണൻ എവിടെ കിടക്കുന്നു? DK ശിവകുമാർ എവിടെ കിടക്കുന്നു? MM വർഗീസ് എവിടെ കിടക്കുന്നു?